സമീർ, ഇപ്പോൾ ഈ കുട്ടികൾ ഇന്നലെ മുതൽ കാണാതായതാണ്. ഇന്നിപ്പോൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. പനവേൽ ഇറങ്ങി പിന്നീട് CSTയിലേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും പനവേലിലേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് നാട്ടിൽ നിന്നുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടോ? റഹീം അസ്ലം എന്ന വ്യക്തി കോഴിക്കോട് തൊട്ട് അല്ലെങ്കിൽ മലപ്പുറം തൊട്ട് മുംബൈ വരെ ഇവർ അനുഗമിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈല്, നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് താനൂർ DYSP ഓഫീസിലാണ്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത് DYSP ആണ്. അദ്ദേഹം നമ്മളുമായി സംസാരിക്കും. സർ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്താണ്? നമുക്കിപ്പോൾ ലഭ്യമായ വിവരം ഒരു മുംബൈയിലുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ സ്വാധീനം ഉപയോഗിച്ച് അവിടെയുള്ള കണക്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ ഉണ്ട്. കൈ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. സാധ്യമായ എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തും. മുംബൈ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ്. മുംബൈ പോലീസും ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ നിലവിൽ? ഉണ്ട്. നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് സാർ അവരെ ഫോൺ ചെയ്ത് കോൺടാക്ട് ചെയ്ത് മറ്റു ഉയർന്ന മേലുദ്യോഗസ്ഥന്മാരൊക്കെ അവരെ വിളിക്കുന്നുണ്ട്. പോലീസും ഉണ്ട്. നമ്മുടെ ഇവിടുന്ന് നമ്മുടേതായ കുറേ വെൽവിഷേഴ്സ് അവിടെ ഫീൽഡിലുണ്ട്. നമുക്ക് മുംബൈയിൽ എവിടെയാണ് ഇവരെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരവിടുന്ന് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. CST ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ പിന്നാലെ നമ്മളതായ രീതിയിലുള്ള ഒരു 19ഓളം പേർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. കിട്ടുന്നില്ല അവരെ. പക്ഷെ കണ്ടെത്തും. നമ്മൾ നിലവിൽ നമ്മുടെ അന്വേഷണ സംഘം മുംബൈയിലോട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടില്ല, പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ഈ പെൺകുട്ടികളുടെ കൂടെ ഒരു യുവാവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുമായി ബന്ധപ്പെട്ടോ സഹകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സഹകരിക്കുന്നുണ്ട്. പിന്നെ അവരെ കണ്ടെത്തിയാൽ മാത്രമേ ഇയാളുടെ റോൾ എന്താണെന്നുള്ള മനസ്സിലാവുള്ളൂ. അയാൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അവരെ കണ്ടെത്തുക എന്നുള്ള പ്രാധാന്യം ആയതുകൊണ്ട് അദ്ദേഹം പലതും പറയുന്നുണ്ട്. കുട്ടികളെ സഹായിച്ചു, അവിടെ എത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണല്ലോ. ആ രീതിയിൽ തന്നെ അതിനുള്ള കൃത്യമായൊരു അന്വേഷണം ഉണ്ടാവും. യുവാവ് ഏതൊരു സാഹചര്യത്തിലും അവിടെ കൂടെ യാത്ര ചെയ്തെന്നാണ് പറയുന്നത്. യുവാവ് പറയുന്നത് യുവാവിന് ഇൻസ്റ്റഗ്രാം വഴി പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ട് നിന്ന് അവർക്ക് യാത്രയ്ക്കുള്ള സൗകര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഷ അറിയാത്തതുകൊണ്ട് സഹായിക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ അയാളുടെ നിലപാടൊരു സഹായിച്ചു എന്നുള്ള നിലപാടാണ്. എന്നിരുന്നാലും കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ഏത് രീതിയിലാണ് അയാൾ ഇവരെ സഹായിച്ചത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. യുവാവ് നിലവിൽ അവരെ കൂടെ ഇല്ല അല്ലേ? ആ യുവാവിൻ്റെ വേർഷൻ എങ്ങനെ വെച്ചാൽ യുവാവിൻ്റെ ഈ ഒരു കാര്യം അവരവിടെ എത്തിക്കുക, അവർക്കുള്ള സൗകര്യം തീർക്കുക. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. കുട്ടികൾ വേറെ വഴിക്ക് പോയി എന്നാണ് പറയുന്നത്. കുട്ടികൾ അവിടെ നിന്ന് വേറെ മൊബൈൽ ഫോൺ വാങ്ങി എന്നുള്ള വിവരമൊക്കെ പുറത്ത് വന്നിരുന്നു. അതോളം നമുക്ക് കൃത്യമല്ല, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു വിവരമൊന്നുമില്ല. കുട്ടികൾ നിലവിൽ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച സിം കാർഡ് തന്നെയാണോ? അല്ല, ഫോണിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഫോണിപ്പോൾ കുട്ടികൾ സ്വിച്ച് ഓഫും നിലവിലുള്ള ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാവരുടെയും പ്രതീക്ഷയൊക്കെ തന്നെയാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കണ്ടിട്ടു. സുഹൈലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആണ് നമ്മളുമായി സംസാരിച്ചത്. അദ്ദേഹം ഈ നിലവിൽ ഈ മുംബൈയിലുള്ളവരുമായൊക്കെ തന്നെ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില കയ്യെത്തും ദൂരത്ത് ഈ പെൺകുട്ടികൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, അവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് നിലവിൽ ഈ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ റഹീസ് അസ്ലം എന്ന് പറയുന്ന യുവാവ് നിലവിൽ പോലീസിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ആ യുവാവും എത്തിയിട്ടുള്ളത്. പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു മനോഭാവം തന്നെയാണ് യുവാവിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു സഹായം ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 2 പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു ഈ മലപ്പുറം ഭാഗത്തുള്ള ഒരു സ്വദേശിയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഇരുവർക്കും ഫോൺ വന്നെന്നും ആ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ അതിന് ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണെന്നും ഒക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുമോ? ഈ റഹീസ് അസ്ലം തന്നെയാണോ ഇവരെ അവസാനമായി ഫോൺ ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുഹൈല്, നിലവിൽ ഈ യുവാവ് എന്ന് പറയുന്നത് മലപ്പുറം മഞ്ചേരി സ്വദേശി റഹീം അസ്ലമാണ്. ഈ യുവാവുമായാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് ആ യുവാവ് പറഞ്ഞത് ഈ പെൺകുട്ടികൾ ഈ വീട് വിട്ടിറങ്ങുകയാണെന്ന് റഹീസ് അസ്ലമിനോട് പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ റഹീം അസ്ലം ഈ പെൺകുട്ടികളോട് വീട് വിട്ടിറങ്ങേണ്ട, അത്തരം ഒരു നീക്കം നടത്തേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഒരു തരത്തിലും ഈ പെൺകുട്ടികൾ പിന്മാറാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് താൻ അവരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടികളുടെ കൂടെ പോയത് എന്നുള്ളതാണ് ആ യുവാവ് വ്യക്തമാക്കി
വ്യക്തമാക്കിയത്. കോഴിക്കോട് നിന്നും ട്രെയിൻ മാർഗം ഈ മുംബൈ സിറ്റി വരെ ഈ പെൺകുട്ടികൾക്കൊപ്പം യുവാവ് പോകുന്നു. അങ്ങനെ മുംബൈ സിറ്റിയിലെ ഈ ഫുഡ് സ്ട്രീറ്റിന് സമീപത്ത് നിന്ന് ഈ പെൺകുട്ടികളുമായി ഇയാൾ ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കാണാതായ അശ്വതിയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടികൾ അശ്വതി അടക്കം ഫാത്തിമയൊക്കെ ഇപ്പോൾ മുംബൈയിലുണ്ടെന്ന വിവരങ്ങൾ വരുന്നു. അച്ഛന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെയോടുകൂടിയാണ് ഈ മലപ്പുറത്തുനിന്ന് 2 പെൺകുട്ടികളെ കാണാതായത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും അന്വേഷണവും തുടരുന്നതിനിടെ ഇന്ന് നിർണായകമായ ദൃശ്യം മഹാരാഷ്ട്രയിൽ നിന്ന് മുംബൈയിൽ നിന്നാണ് വന്നത്. ഫോർട്ട് മുംബൈ പ്രദേശത്തെ ഒരു ബ്യൂട്ടി പാർലർ ഹെയർ സലൂണിൽ ഇവർ എത്തിയിരുന്നു. ഇവരുടെ ദൃശ്യങ്ങൾ ജീവനക്കാരി പകർത്തി. ഈ സലൂണിന്റെ ഉടമ മലയാളിയാണ്. ഈ ഉടമയ്ക്ക് ചെറിയ തോതിൽ സംശയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രായമില്ലാത്ത വലിയ രീതിയിൽ ഈ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത 2 പെൺകുട്ടികൾ എന്തിന് മുംബൈയിലെത്തിയെന്ന സ്വാഭാവിക സംശയത്തിൽ ഇവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയതാണെന്ന രീതിയിലാണ് പെൺകുട്ടികൾ മറുപടി നൽകിയത്. ഇവരുടെ പക്കൽ അത്യാവശ്യം പണമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 5000 രൂപയാണ് ഹെയർ സലൂൺ ബില്ല് വന്നത്. അതവർ പൂർണ്ണമായും കൊടുത്തു. ഇവരുടെ ബാഗിൽ 500ന്റെ കെട്ടുകൾ ഉണ്ടെന്നും ഈ സലൂൺ ഉടമ പറയുന്നു. അതുകൊണ്ട് തന്നെ പണം ആവശ്യത്തിലധികം അവരുടെ പക്കലുണ്ട്. ഇന്ന് അവർ ഇനി എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ് പ്രസക്തം. ഇന്നലെ മലപ്പുറത്ത് നിന്ന് ട്രെയിൻ കയറി ഇവർ എത്തിയിരുന്നത് പൻവേൽ സ്റ്റേഷനിലാണ്. പൻവേലിൽ നിന്ന് CSTയിലേക്ക് ഇവർ ട്രെയിൻ മാർഗം ലോക്കൽ ട്രെയിൻ മാർഗം പോയി അവിടുത്തെ ഹെയർ സലൂണിൽ മുടിയൊക്കെ വെട്ടിയതിനു ശേഷം തിരിച്ച് പൻവേലിലേക്ക് പോകുന്നുവെന്നാണ് കട ഉടമയോടക്കം ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. പോലീസ് നേരത്തെ താനൂർ ഡിവൈഎസ്പിയുടെ പ്രതികരണത്തിൽ നടക്കും മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ പോലീസിന്റെ ട്രാക്കിൽ ഉണ്ടെന്ന ഒരു ശുഭ സൂചന എവിടെയൊക്കെയോ നിലച്ച് കിടക്കുന്നു. ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. വൈകാതെ തന്നെ ഇവർ പോലീസിന്റെ പക്കൽ പെടും, അല്ലെങ്കിൽ പോലീസിന് ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേർന്നു മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് നിന്ന് പൻവേലിലേക്ക് ഇവർ വരുന്നു, പൻവേലിൽ നിന്ന് CSTയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പൻവേലിൽ നിന്ന് CSTയിലേക്കുള്ള യാത്ര അതിനെന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുള്ളതായി നമുക്ക് കണക്കാക്കാനാകും? അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ പോകേണ്ട ഒരു ഇടമല്ലേ പൻവേലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ അവർക്ക് ആ പൻവേലിൽ തന്നെ എല്ലാവിധ യാത്രാ സൗകര്യങ്ങളുമുണ്ട്, ട്രെയിനുകളുണ്ട്, മറ്റ് വാഹനങ്ങളുണ്ട്. പക്ഷേ ഈ പൻവേലിൽ നിന്ന് CSTയിലേക്ക് ഇവർ എത്തിയത് എന്തിനെന്ന എന്തെങ്കിലും സൂചന, ഒരു ഹെയർ സലൂൺ മാത്രം കാണാൻ എത്തിയതോ ഹെയർ സലൂണിലേക്ക് മാത്രം ഉദ്ദേശിച്ചെത്തിയതാണോ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാകുമോ ഈ CSTയിലേക്ക് എത്തിയതിൽ? സുഹേൽ, ആ കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. പൻവേൽ സ്വാഭാവികമായും മുംബൈക്ക് പുറത്തുള്ള ഒരു മേഖലയാണ്. മുംബൈ ജില്ലയ്ക്ക് അകത്ത് വരുന്ന ഇടവുമല്ല. അതായത് മുംബൈയിലേക്ക് വരുന്ന യാത്രക്കാർ സാധാരണ ഇറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് പൻവേല്. അവിടെ ഇറങ്ങിയതിനു ശേഷം സബർബൻ ട്രെയിനിൽ മുംബൈയിലേക്ക് CST റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രധാനപ്പെട്ട ഇടത്തേക്ക് വരുന്നതാണ് സാധാരണ പതിവ്. അത്തരമൊരു യാത്ര അവർ പദ്ധതിയിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നേത്രാവതി എക്സ്പ്രസിലാണെങ്കിൽ കുർള വരെ, അതായത് മുംബൈക്ക് അകത്ത് തന്നെ ഒരു സ്റ്റോപ്പിലാണ് അത് അവസാനം വന്ന് എത്തുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ ഇറങ്ങി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അത് ഒരുപക്ഷെ ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് കൂടിയാവാം അത്തരം ഒരു യാത്ര അവർ തിരഞ്ഞെടുത്തത്. അതല്ലെങ്കിൽ LTTയിൽ വന്നിറങ്ങിയതിനു ശേഷം മുംബൈയിലേക്ക് വരാം. ഇനി അതല്ല, അവിടെ നിന്ന് നേരിട്ട് സബർബൻ സർവീസ് ഉള്ളത് കൊണ്ട് അത്തരത്തിൽ അത് സെലക്ട് ചെയ്തതുമാവാം. ആ കാര്യങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. കാരണം മുംബൈയിൽ എത്തിയതിനു ശേഷം ഒരു മുടി ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിലൊക്കെ തന്നെ അവ്യക്തതകളുണ്ട്. അങ്ങനെ വെറുതെ ഒരു മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ഇത്രയേറെ സാഹസപ്പെട്ട് വരേണ്ട കാര്യവുമില്ല.